IBD, IBS ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളായിട്ട് ക്ലിനിക്കിലേക്ക് വരുന്ന പല ആളുകളുടെ ഡൗട്ടാണ് എനിക്ക് IBD ആണോ IBS ആണോ എന്നുള്ളത്. രണ്ടും തമ്മിൽ ഒരക്ഷരത്തിന് വ്യത്യാസമുള്ളൂ, പക്ഷേ വാസ്തവത്തിൽ രണ്ടും തമ്മിൽ ഒരു ആനയും ഉറുമ്പും പോലുള്ള വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? വാ നോക്കാം. IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇതൊരു ഫങ്ഷണൽ ഡിസോർഡർ ആണ്. അതായത് എല്ലാ ടെസ്റ്റുകളും വളരെ നോർമൽ ആയിരിക്കും. എൻഡോസ്കോപ്പി ആണെങ്കിലും ബ്ലഡ് ആണെങ്കിലും USG ആണെങ്കിലും എല്ലാം വളരെ നോർമൽ. പക്ഷേ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ അബ്നോർമൽ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പേഷ്യൻസ് വരുന്നത് പലതരത്തിലുള്ള സിംറ്റംസ് ആയിട്ടായിരിക്കും. ചിലർക്ക് പെയിൻ, ചിലർക്ക് ബ്ലോട്ടിങ്, ചിലർക്ക് വയറിളക്കം, ചിലർക്ക് മലബന്ധം, ഇനി സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഇത് ട്രിഗർ ആവുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ബേസിക്കലി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്നാണ് പറയാം. അതായത് നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസിൽ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി IBD അഥവാ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസോർഡർ, ഇതിനകത്ത് രണ്ട് ഡിസീസിനാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് ക്രോൺസ് ഡിസീസും, രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ്. സോ ഈ രണ്ട് കണ്ടീഷൻസിലും നമ്മുടെ ഇൻഡസ്റ്റൈൻസിനകത്ത് സിവിയർ ആയിട്ടുള്ള അൾസറേഷൻ ഉണ്ടാവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അങ്ങനെ റിയൽ ഡാമേജ് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ സിവിയർ ആയിട്ടുള്ള വയറിളക്കം, വയറ്റിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ബ്ലഡ് ഉണ്ടാവുക, സിവിയർ ആയിട്ടുള്ള വെയിറ്റ് ലോസ്, അനീമിയ, ക്ഷീണം, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആയിട്ടായിരിക്കും പേഷ്യൻസ് ക്ലിനിക്കിലേക്ക് വരുന്നത്. IBS ഉം IBD തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായില്ലേ? ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് കണ്ടീഷൻസിന് വേണ്ടിയിട്ട് ഡോക്ടർ സഞ്ജയ് എക്സ്പ്ലെയിൻസിനെ ഫോളോ ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.